വർഷ ഹലോ ഇത് രാവിലെ എനിക്ക് കിട്ടി ശരിക്കും. ഇവിടെ നമ്മളൊരു പുളി പാസ്സാക്കിയിട്ട് വേണം ബാക്കി. ഗുഡ് മോർണിംഗ് യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം. സോ ഇത് മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ എന്തായാലും പോയി ഫസ്റ്റ് പാർട്ട് കാണാൻ ഞാനവിടെ പിൻ ചെയ്ത് വെക്കാം. സോ ഇന്നലെ ഞാൻ വന്നപ്പോൾ ഒരുപാട് ലേറ്റായി. സോ അതുകൊണ്ട് തന്നെ ലൈറ്റും ഒക്കെ കുറവായിരുന്നു. സോ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്ന് നമ്മളിപ്പോൾ മൂന്നാർ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ദ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്റ്റലിലാണ്. വിച്ച് വാസ് റിയലി ഗുഡ്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ സോളോ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്ഥലമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബെഡ് സ്പേസും അതുപോലെ തന്നെ ബാത്റൂമായാലും എല്ലാം നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. നമുക്ക് വർക്ക് ചെയ്യാനും ഫ്രീ വൈഫൈ ഒരുപാട് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൂന്നാർ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് കവർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ വെതർ എത്രത്തോളമാണ്. നല്ല മഴ മൂടിയിട്ടുണ്ട്. മഞ്ഞാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഡെൻസ് ആവും, വളരെ ക്ലൗഡി ആകും, കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞു വരും. ഇതാണിപ്പോൾ സിറ്റുവേഷൻ. സോ വെതർ എങ്ങനെ അഗെയിൻസ്റ്റ് ആവും എന്നറിയില്ല. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചിന്നക്കനാൽ വാട്ടർഫാൾസ് ആണ്. ശേഷം ആനരങ്ങൾ ഡാം. നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ ചിന്നക്കനാൽ വാട്ടർഫാൾസിൽ നിറഞ്ഞു ഒഴുകി. ഐ എം സോ സോറി. എനിക്ക് ചിന്നക്കനാൽ വാട്ടർഫാൾസിൽ പോയപ്പോൾ അവിടെ നല്ല രീതിയിൽ ക്രൗഡഡ് ആയിരുന്നു. സോ എനിക്ക് അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, കാരണം എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഫുൾ വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് എനിക്കൊരു മാതിരി ബാഡ് വൈബായി പോയി. സോ ഞാൻ അവിടെ നിന്ന് നേരെ പോകുന്നു ചിന്നക്കനാൽ വാട്ടർഫാൾസ്. പിന്നെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഞാൻ പോയത് ആനരങ്ങൾ ഡാമിലായിരുന്നു. അവിടെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു, കാരണം അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഗോപ്രോയുടെ എക്സ്ട്രാ ബാറ്ററി കാരി ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നലെ ക്യാമറ ചാർജ് ചെയ്യാൻ മറന്നുകൊണ്ട് തന്നെ ഒരു ബാറ്ററി ഡ്രെയിൻ ആയിപ്പോയി. രണ്ടാമത്തെ ബാറ്ററിൻ്റെ ബാഗിലായിരുന്നു. സോ ഞാനത് നേരെ റൂമിൽ പോയിട്ട് പിക്കപ്പ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വിഷ്വൽസൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഞാനിപ്പോൾ ഹെഡിങ് ടു തേനി. എൻ്റെ റൂംമേറ്റ് പറഞ്ഞു ഇപ്പോൾ തേനിയിലോട്ട് വരുന്ന ആ ഒരു വഴിയെല്ലാം നല്ല രീതിയിൽ മഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുകയാണ്. സോ ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദാറ്റ്. സോ അങ്ങോട്ടാണ് പോകുന്നത്. സൂക്ഷിച്ച് മെല്ലെ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും അണ്ണന്മാർ കയറി ഇറങ്ങി വരാം. എനിക്ക് പല പ്രാവശ്യം ഇതുപോലത്തെ സ്ഥലത്ത് നിന്ന് നല്ല ബാഡ് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ഒരുത്തൻ റോങ് കയറി വന്നു. ദാറ്റ്സ് ഓക്കെ. കണ്ടില്ലേ ബസ്സൊക്കെ നിർത്തിയിട്ടേക്കുന്നത്. എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ പോലെ. അവിടെ ചെറിയൊരു ബൈക്ക് നിർത്താനൊരു സ്ഥലം കാണുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചു പോയിട്ട് അവിടെ നല്ല വ്യൂ ഉണ്ട് തോന്നുന്നു. ലെറ്റ്സ് ഗോ. എന്താ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് തോന്നുന്നു അവർ പാർക്ക് ചെയ്യുന്നത്. ലെറ്റ്സ് ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് സീ. ശരിക്കും ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ ഭയങ്കര ലക്കിയാണ് കേട്ടോ. എന്നും ഈ വ്യൂ കണ്ടെണീക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് അമേസിങ്. പക്ഷേ അവർക്ക് ഇതിൻ്റെ വാല്യൂ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. മേ ബി അറിയാതിരിക്കാം. ലൈക്ക് നമ്മൾ എന്നും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെയായിരുന്നു. ചെറിയ പൊടിമഴയും ക്ലൈമറ്റാണ്. ശരിക്കും എനിക്ക്
മുന്നിൽ നിൽക്കുന്ന വണ്ടി കാണാൻ പറ്റുന്നത്. എനിക്ക് ക്യാമറയിൽ ഇപ്പോൾ ഇത് എത്രത്തോളം കാണാൻ പറ്റുന്നത് ഐ ഡോണ്ട് നോ. ഞാനിപ്പോൾ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ യു ടേൺസ് എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ബാക്കിൽ മൗണ്ടെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റ് കുറവാണ്, മഞ്ഞ് കുറവാണ്. പക്ഷേ ഇതുപോലത്തെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നല്ല ഡെൻസാണ് കേട്ടോ, മഞ്ഞ് നല്ല രീതിയിൽ ഡെൻസാണ്. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മൾ തൊട്ടടുത്ത് വരുമ്പോഴായിരിക്കും കാണുന്നത്. സോ ആക്സിഡൻറ്റിന് നല്ല രീതിയിൽ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ കയറി വരുന്ന കണ്ടില്ല ഓരോരുത്തന്മാർ. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് ലേറ്റാണ്, കാരണം തേനി വരെ പോയപ്പോൾ ഒരുപാട് ദൂരമായല്ലോ. സോ ഈവനിങ് ആയി. അതുമല്ല എൻ്റെ ക്യാമറയുടെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്. സോ എനിക്കിപ്പോൾ വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ യാതൊരു രീതിയിൽ നിവൃത്തിയില്ല. സോ ഐ തോട്ട് ഗോ ബാക്ക് ടു റൂം. ബാക്കി നാളെ ഷൂട്ട് ചെയ്യണം. സോ അണ്ടിൽ ദെൻ ബൈ. സോ വെൽക്കം ടു ദ തേർഡ് ഡേ. സോ ഇന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ. സോ അവനെ ഞാൻ ഇന്നലെ രാത്രിയായിരുന്നു പരിചയപ്പെട്ടിരുന്നത്. പെട്ടെന്ന് റൂമിലോട്ട് വന്നപ്പം ജസ്റ്റ് ഞങ്ങൾ സംസാരിച്ചു. സോ അവൻ പറഞ്ഞു നാളെ തിരിച്ചു പോകും. സോ അവന് കുറേയധികം പ്ലാനുകളുണ്ട്. സോ ഐ തോട്ട് ഐ ജോയിൻ. സോ അവൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ വന്ന് പോയിട്ട് സോ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് ഞാൻ പ്ലാൻ. സോ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. വി വിൽ ഡിസ്കസ് അവർ പ്ലാൻ ആൻഡ് ഒരു കൺക്ലൂഷനിലെത്തണം, എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്. കണ്ടില്ലേ, രാവിലെയും വൈകിട്ടും എന്നില്ലാതെ ഫുൾ കോടയാണ്. ശരിക്കും ഒന്നും കാണാനേ പറ്റില്ല. ഈ വഴിയാട്ടോ എൻ്റെ ഫേവറേറ്റ് റൂമിലോട്ട് പോകുന്നത്. പൈനാണ്, പൈൻസുകളാണ് അപ്പുറം ഇപ്പുറമൊക്കെ. ഐ ലവ് ഇറ്റ്. ഈ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ ഡീപ്പ് മെമ്മറിയിൽ പോലും ഉണ്ടാകും ഈ ഒരു ഡ്രൈവ്. ശരിക്കും നമ്മൾ എവിടെ പോയാലും കാണുക കേട്ടോ ഇത് ഇവൻ്റെ പോലത്തെ കുറേ ട്രാവൽ ബഡീസ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമെങ്കിലും ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് എൻട്രീസ് ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യും. നോക്കട്ടെ, റൈറ്റ് ആണോ? മാപ്പിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ബ്രോ ലീഡ് ചെയ്തോ. So that is map city. I think he already got some plan. First of all ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ ദാറ്റ്സ് എ പ്ലാൻ. കണ്ടോ, ഒന്നും കാണാൻ പറ്റില്ല. ഇവൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, മെല്ലെ പോകാം. മെല്ലെ എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കാണുന്നില്ല. ആക്ച്വലി ഒരു ഡിസ്റ്റൻസിൻ്റെ അപ്പുറം എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ചായപ്പൊടി വേണമല്ലോ, ചായ ഷോപ്പല്ലേ. മേ ബി തിരിച്ചു വരുമ്പോൾ മേടിക്കാം. ഓ ഇലക്ട്രിക് കച്ചവടം. അയ്യോ റോട്ടി കിടന്നിട്ട് തന്നെയാണോ കിഴക്ക് കാണിക്കുന്നത്? ഈ വഴിയാണോ? നമുക്ക് താഴെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഫുഡ് കഴിക്കണം. ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചത് ഇവിടെ നല്ല ഫുഡായിരുന്നു. കപ്പ ബിരിയാണിയായിരുന്നു കഴിച്ചത്. താമസിച്ചേക്കാണല്ലോ. മേലെ ഉണ്ട് ഒരു കട, അവിടെ പോകണം. മേലൊരു കട ഉണ്ടല്ലോ, അവിടെ പോകാം.
ഇതല്ല, ഇവിടെ നല്ല കത്തിയായിരിക്കും മേലെ. ഇവിടെ നല്ല കത്തിയായിരിക്കില്ലേ? സോ വരൂ, പരിചയപ്പെടൂ. ബ്രോ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ബാദുഷാ. ഹലോ ബാദുഷാ. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ, ഇന്നലെ രാത്രി എനിക്ക് കിട്ടിയതാണ്. സോ നമ്മളിപ്പോൾ എവിടെ പോണേ? ചതുരംഗപ്പാറ. അപ്പോൾ പ്രോ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ചതുരംഗപ്പാറ. അവിടെ നിന്ന് മാമലക്കണ്ടം. സോ ഇതാണ് പ്ലാൻ. ഇതാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിരോണോ എന്തൊക്കെയാണ് പ്ലാൻ, പടി പോകുമെന്ന് അറിയില്ല. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ചതുരംഗപ്പാറ ഇപ്പോൾ റീച്ച് ആകാനായി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. വിൻമിൽ റിലേറ്റഡ് ഒരു മൗണ്ടൈനാണ്. നല്ല കാറ്റാണ് ഇവിടെ. സോ ഞങ്ങൾ പഠിത്തം പക്ഷേ ചുറ്റിനും എപ്പോഴും എനിക്ക് വിൻമില്ലൊന്നും കാണാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. ഐ ക്യാൻ സീ വൺ ആക്ച്വലി. ക്യാമറയിൽ എൻ്റെ ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് സൈഡിൽ ഉണ്ട്. സോ പക്ഷേ അത് കംപ്ലീറ്റഡ് അല്ല ആക്ച്വലി. അതിന് ഫാനൊന്നും അവർ ഫിറ്റ് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ദ സ്ട്രക്ചർ. സോ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലൊന്നും കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഓഫ് റോഡിങ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ഫൺ. നല്ല ക്ലൗഡിയാണ്, മിസ്റ്റൊക്കെ അടിയുന്നത്, നല്ല കാറ്റാണ് ആക്ച്വലി. ജീപ്പൊക്കെ ഉണ്ട്. സോ അവിടെ താഴെ ഉണ്ടായിരുന്നു ലൈക്ക് ജീപ്പ് ട്രക്കിംഗ് ഓഫ് റോഡ്. ഞാനൊരു ബോർഡ് കണ്ടിരുന്നു. അയ്യോ, ഓക്കെ. നോക്കാം, പുഷ് ചെയ്തേക്കാം. ലഗേജോടെ ഇറക്കി വെക്കണം. ഞാൻ കയറാൻ പറ്റില്ല. ആക്ച്വലി അയാൾ പറഞ്ഞത് വണ്ടി പോരാ, ഇവിടെ വെച്ചിട്ട് വണ്ടി പോകാം, ഇത്രയും ദൂരം വന്നതല്ലേ, പോയി നോക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. റെക്കോർഡിംഗ് അല്ലേ? അല്ലേ, ലൈറ്റ് എത്തുന്നുണ്ടോ? ലഗേജ് കൊണ്ട് കയറി നടക്കൂല, ഫ്രണ്ട് പോന്നു.
എവിടെ? ഒരു കുറ്റി എവിടെ? കുറ്റി. ഓക്കെ. ഒന്ന് ഗ്രിപ്പ് ഇട്ടു. അവിടുന്ന് അടിച്ചാൽ മതിയല്ലോ. മറിയാന്ന് കണ്ട സേവ് ചിലപ്പോ. ഓക്കെ, ബ്രോഡ് ദേശത്തോട്ട് മറിയാന്ന് നോക്കാം. നമ്മുടെ ലഗേജ് എല്ലാം ഇവിടെ അൺലോഡ് ചെയ്തു. നമ്മൾ സ്റ്റേഷനോട് പോകുമ്പോഴാണ് ഹാപ്പൻ. നമ്മൾ ട്രാക്ക് മാറ്റാം. ഈ ട്രാക്കിലോട്ട് വരുന്നില്ല. ഓക്കേണോ?
ഉറങ്ങാത്തതിന് കൊടുക്കുന്നത്. എന്റെ ഫോണ് പോയി എഴുതിയ അടിപൊളി കാര്യം. ഇനി കുറേ ദൂരം കവർ ചെയ്യാനുണ്ട്. മാമലക്കണ്ടമാണ് ഇപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. 60 കിലോമീറ്റർ ഉണ്ട്. റോഡ് വളവും തിരിവും കുറച്ച് മോശമായതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. നല്ല കാശ്.
എടാ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അതിൽ ബൈക്ക് കയറും. ആ എൻഡ് വരെ ഒന്ന് പോയിട്ട് വരാം. എടാ സോ നമ്മൾക്കുള്ളത് അമലക്കണ്ടം റൂട്ടിലാണ്. അടിപൊളി, നല്ല അടിപൊളി വിഷ്വൽസും മതിയാണ്. സംഭവം കുറച്ച് ടയർഡാണ്, പക്ഷേ ദിസ് ഇസ് കൂൾ. സേ സംതിങ്. ഇവിടെ നമ്മളൊരു പുളി പാസ്സാക്കിയിട്ട് വേണം ബാക്കി. അവിടെ ഒന്ന് പോയി ഒന്ന് പോകുന്നുണ്ട്, സെറ്റപ്പ് ആക്കണം. കുളി കഴിഞ്ഞപോലെ ആ ഒരു ടയർനെസ്സും എല്ലാം പോയി. ഇപ്പോൾ ഫുൾ ചാർജ്ഡാണ്. പക്ഷേ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. കാരണം വീട്ടുകാർ ഇപ്പം തന്നെ നല്ല രീതിയിൽ വിളിക്കുക തുടങ്ങിയിട്ടുണ്ട്, നിർത്താതെ വിളിക്കുന്നുണ്ട് ഇപ്പം. സോ ഈ ഒരു ഫോറസ്റ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും റീഫ്രഷിംഗ് ആണ്, നല്ല എനർജിയാണ് ആക്ച്വലി. ഒരുപാട് ലൈക്ക് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോ വെരി ഗുഡ് ഫീൽ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റൂട്ട് പോയിരിക്കണം, അവിടെ ഒന്ന് കുളിക്കണം. അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. യു ഗൈസ് ഷുഡ് ഡു. എന്തെങ്കിലും ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക, വിട്ടോളാം. ഹൈലി റെക്കമെൻഡ്. നിങ്ങൾക്ക് എന്തായാലും ടൈം വെൽ സ്പെൻഡ് ആണെന്ന് തോന്നും. ഒരിക്കലും റിഗ്രറ്റും വരില്ല. ഇപ്പോൾ പോകണം, ഈ ഒരു മൺസൂൺ തുടങ്ങുന്ന സമയത്ത്.
നിർത്തണോ? നിർത്തൊരു ക്ലിക്കാ. ബാദുഷി ഇവിടെ ഒരു ഏർമാട് ഉണ്ടെന്ന് പറഞ്ഞു കുളിച്ചോണ്ടിരുന്നപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു വ്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഏർമാട്. പഴയ ഏർമാടാണ് തോന്നുന്നു. നൈറ്റ് വാച്ചിങ് എന്തോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ തോന്നുന്നു. ചേട്ടാ സൂക്ഷിച്ച് പോകണം കേട്ടോ, ചെറിയ വഴിയാ. വണ്ടി പോകും, പക്ഷെ ഓപ്പോസിറ്റ് വണ്ടി തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈവർ സ്കില്ലാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ മൂന്നാർ യാത്ര ഈ ഒരു സെക്കൻഡ് എപ്പിസോഡ് കൂടി കംപ്ലീറ്റ് ആവുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യും. മറ്റൊരു ട്രാവൽ വ്ലോഗ് അതല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു കണ്ടൻറ്റ്, നല്ലൊരു കണ്ടൻറ്റ്. സോ ഉടനെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.